ഹായ് ഓൾ, ഏവർക്കും ലിറ്ററേച്ചർ അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പോസിബിൾ ക്വസ്റ്റ്യൻ സീരീസിലെ പാർട്ട് 5 വീഡിയോ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇതിനോടകം തന്നെ നമ്മൾ 40ഓളം ക്വസ്റ്റ്യൻസ് പുതിയതായിട്ട് തന്നെ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന 41ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. മാത്യു അർണോൾഡ് സെഡ് ആൻ ഇൻഎഫക്ച്വൽ ഏഞ്ചൽ ബീറ്റിംഗ് ഇൻ ദ വോയിഡ് ഹിസ് ലൂമിനസ് വിങ്സ് ഇൻ വെയിൻ. ഈ മാത്യു അർണോൾഡ് ഈ കമൻട്രി ആരെ പറ്റിയാണെന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്. ഗിവൺ ഓപ്ഷൻസ് ആർ കീറ്റ്സ്, ബൈറൺ, ഷെല്ലി ആൻഡ് വില്യം ബ്ലേക്ക്. ഏതാണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ? ഓപ്ഷൻ സി ആണ്. അതായത് ഈ പറയാണ് PV ഷെല്ലിയെ പറ്റിയിട്ടാണ് മാത്യു അർണോൾഡ് ഇപ്രകാരം പറഞ്ഞിരിക്കുന്നത്. ആൻ ഇൻഎഫക്ച്വൽ ഏഞ്ചൽ ബീറ്റിംഗ് ഇൻ ദ വോയിഡ് ഹിസ് ലൂമിനസ് വിങ്സ് ഇൻ വെയിൻ. പ്രത്യേകിച്ച് കഴിവുണ്ടോ എന്ന് ചോദിച്ചാൽ കഴിവുള്ള ഒരു വ്യക്തിയാണ്. പക്ഷെ എന്താ ബീറ്റിംഗ് ഈസ് എന്താ പറയുക, ലൂമിനസ് വിങ്സ് ഇൻ വോയിഡ് ആണ്. അത് പ്രത്യേകിച്ച് ഒരു കാര്യമില്ലാതെ ജീവിക്കുന്ന, ഇല്ലെങ്കിൽ അത്രത്തോളം ആ ഒരു കഴിവ് ആരും അംഗീകരിക്കപ്പെടാത്ത ഒരു പ്രധാനപ്പെട്ട വ്യക്തി എന്ന രീതിയിലൊക്കെ ഒരു കൊണോട്ടേഷൻ മീനിങ്ങിൽ, ഇല്ലെങ്കിൽ കൊണോട്ടേറ്റീവ് മീനിങ് പ്രകാരം നമുക്കത് മനസ്സിലാക്കിയെടുക്കാനായി പറ്റും. 42ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഫോർ ഹും ഇറ്റ് ഈസ് സെഡ് സെൻഷ്വസ്നെസ് ഈസ് എ പാരമൗണ്ട് ബയസ് ഓഫ് ഹിസ് ജീനിയസ്. ഇവിടെയും ഒരു പ്രധാനപ്പെട്ട റെഫറൻസ് ആണ്, ഇല്ലെങ്കിൽ റിമാർക്കാണ്. ആരെ പറ്റിയിട്ടാണെന്ന്. ഓപ്ഷൻസ് ബി ആണ്. ജോൺ കീറ്റ്സിനെ പറ്റിയിട്ടാണ് ഇപ്രകാരം പറഞ്ഞിരിക്കുന്നത്. സെൻഷ്വസ്നെസ് ഈസ് എ പാരമൗണ്ട് ബയസ് ഓഫ് ഹിസ് ജീനിയസ് എന്ന് പറയും. 43ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഗള്ളിവേഴ്സ് ട്രാവൽ ഈസ് എ, നമ്മൾ കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ കണ്ടതാണ് ഗള്ളിവർ ട്രാവൽ എഴുതിയ വ്യക്തി ആരെന്നാണ് നമ്മൾ കണ്ടത്. എന്നാൽ ഇവിടെ നമ്മൾ നോക്കാനായി പോകുന്നത് ഗള്ളിവേഴ്സ് ട്രാവൽ ഈസ് എ ഏത് കൈൻഡ് ഓഫ് റൈറ്റിംഗ് ആയിട്ടാണ് അത് കൺസിഡർ ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഓപ്ഷൻ സി ആണ്. സച്ചേർ എന്ന് പറയപ്പെടുന്ന വിഭാഗത്തിൽ വരുന്ന ഒരു വർക്കാണ് ഗള്ളിവേഴ്സ് ട്രാവൽ. 44 TS എലിയറ്റ് റോഡ്. തന്നിരിക്കുന്ന റൈറ്റിങ്സിൽ ഇല്ല വർക്ക്സിൽ, ലിറ്റററി വർക്ക്സിൽ ഏതാണ് TS എലിയറ്റ് എഴുതിയത്? ഏതാണ് ഇതിൻ്റെ മോനുമെൻ്റൽ വർക്ക്? ദ മോനുമെൻ്റൽ വർക്ക് റിട്ടൺ ബൈ TS എലിയറ്റ് ഈസ് നൺ അതർ ദാൻ ഓപ്ഷൻ ബി ദ വേസ്റ്റ് ലാൻഡ് ആണ്. വേസ്റ്റ് ലാൻഡ് പബ്ലിഷ് ഇൻ ദി ഇയർ 1922 ആണ്. പ്രധാനമായിട്ട് 4 പാർട്സ് ഒക്കെ ഉണ്ട്. ആ പാർട്ട് ഏതൊക്കെയാണെന്ന് ജസ്റ്റ് ഈ വീഡിയോ കാണുന്നവരാണെങ്കിൽ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. 45ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. മിസ്സിസ് ഡാലവേ ഈസ് ദ മാസ്റ്റർ പീസ് ഓഫ്. മിസ്സിസ് ഡാലവേ എന്ന് പറയുന്ന വർക്ക് എഴുതിയ വ്യക്തി ആരാണ്? വി വൂൾഫ്. മേ ബി വി വൂൾഫ് എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അത്രത്തോളം ഫെമിലിയാരിറ്റി ഫീൽ ചെയ്യില്ല. വി ഫോർ വെർജീനിയ വുൾഫാണ് ഇതിൻ്റെ കറക്റ്റ് ആൻസറായിട്ട് വരുന്നത്. സോ 46ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ബ്രൗണിങ് ഈസ് റോബർട്ട് ബ്രൗണിങ് ഈസ് നോൺ ഫോർ ഹിസ് ഡ്രമാറ്റിക് മോണോലോഗിന് പേര് കേട്ടിട്ടുള്ള പ്രധാനപ്പെട്ട എഴുത്തുകാരനാണ് റോബർട്ട് ബ്രൗണിങ്. അദ്ദേഹമാണ് ഈ ഡ്രമാറ്റിക് മോണോലോഗ് അത്രത്തോളം അത് വികസിപ്പിച്ചെടുത്തതെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓപ്ഷൻ എ ആണ് ഡ്രമാറ്റിക് മോണോലോഗ്. 47 വിച്ച് നോവൽ ഈസ് റിട്ടൺ ബൈ DH ലോറൻസ് എഴുതിയിട്ടുള്ള വർക്ക് ഇല്ലെങ്കിൽ നോവൽ ഈ തന്നിരിക്കുന്നത് കണ്ടെത്തുക. ഓപ്ഷൻ ബി ആണ്. സൺസ് ആൻഡ് ലവേഴ്സ് ആണ് അതിൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരും. 48ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദി ഫെയറി ക്വീൻ വാസ് റിട്ടൺ ബൈ എഡ്മണ്ട് സ്പെൻസർ. പ്രധാനപ്പെട്ട ഈ തന്നിരിക്കുന്ന 3 പേര് അത്യാവശ്യം നല്ല ഫിഗേഴ്സാണ്. ജോൺ മിൽട്ടൺ, ജോൺ ലില്ലി, ദെൻ എഡ്മണ്ട് സ്പെൻസർ. ഇവരുടെ പ്രധാനപ്പെട്ട വർക്ക്സ് നോക്കിയിട്ട് മാത്രം പരീക്ഷയ്ക്ക് പോകാനായിട്ട് ശ്രദ്ധിക്കുക. 49ാമത്തെ ക്വസ്റ്റ്യൻ. റാബി ബെൻ എസ്ര വാസ് റിട്ടൺ ബൈ റോബർട്ട് ബ്രൗണിങ്. നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ കണ്ടു. റോബർട്ട് ബ്രൗണിങ് ഡിവൈസ് ചെയ്തിട്ടുള്ള ഒരു മെത്തേഡ് ഓഫ് റൈറ്റിംഗ് ആണ്, ഇല്ലെങ്കിൽ ഒരു എഴുത്തിൻ്റെ ശൈലിയാണ് ഇത്. ഡ്രമാറ്റിക് മോണോലോഗ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? ഒരാൾ മാത്രം സംസാരിക്കുകയും ഇവിടെ ഒരാൾ കേൾക്കാനുണ്ടെന്ന് ആ ഒരു വായിക്കുന്ന ഒരാളെ തോന്നിപ്പിക്കുകയും ചെയ്യുന്ന രീതിയാണ് ഡ്രമാറ്റിക് മോണോലോഗ് എന്ന് പറഞ്ഞാൽ. കുറച്ചും കൂടി ഡ്രമാറ്റിക് ഇവൻസും കൺസേൺസും ഫീലിങ്സും ഇവൻസ് ഒക്കെ എന്ത് ചെയ്യുക, ആഡ് ചെയ്യുന്ന കൂടി ആ മോണോലോഗിലേക്ക്. സോ ഇവിടെ റോബർട്ട് ബ്രൗണിങ് അങ്ങനെ എഴുതിയിട്ടുള്ള ഒരു വർക്ക് ഏതാണെന്നാണ്? റാബി ബെൻ എസ്രയാണ് അത് എഴുതിയത്. റോബർട്ട് ബ്രൗണിങ് ആണ്. 50ാമത്തെ ക്വസ്റ്റ്യൻ, ഈ പാർട്ടിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഹീറോ ആൻഡ് ഹീറോ വേർഷിപ്പ് വാസ് റിട്ടൺ ബൈ ഓപ്ഷൻ ബി തോമസ് കാർലൈലാണ്. സോ നമ്മൾ ഇതോടടക്കം നമ്മൾ 50ഓളം ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഇതൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഷോർട്ട് നോട്ട്സിലേക്ക് എഴുതി വെച്ച് അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പറയുന്ന റിലേറ്റഡ് ഫാക്ട്സും എഴുതി വെച്ച് വേണം പഠിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. സോ എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ഈ ഒരു കോൺടാക്ട് നമ്പറും ഉപയോഗിച്ച് ബന്ധപ്പെടാവുന്നതാണ്. ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ആ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നമ്മൾ ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ചാനൽ ലിങ്ക് നൽകിയിട്ടുണ്ട്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം നിങ്ങൾക്ക് ആ ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. കാരണം അതിൽ കൂടുതലായിട്ട് സെറ്റ് ആൻഡ് നെറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് പ്ലസ് ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ്, വീഡിയോസും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഷെയർ ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു അവസരം വിനിയോഗിക്കാവുന്നതാണ്. സോ ഇറ്റ്സ് ബൈ.